പൂർവ്വജന്മത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാനും നമുക്ക് പഠിക്കാനും നമുക്ക് തന്നെ അറിയില്ല. എങ്ങനെയാ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പഠിച്ചു പോയത്, എങ്ങനെയാണ് പുതിയൊരു എനിക്ക് ഇത്രയും ഭാഷകൾ പഠിച്ചത് എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ രാഹുദശാകാലത്താണ് സംഭവിക്കുക. അപ്പൊ അതേപോലെ രാഹുദശയിൽ പെട്ടെന്ന് നമുക്ക് വരുമാനം വരും. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷേഡോ ഗ്രഹമാണ് രാഹു. അപ്പോ തലയില്ല, രാഹുനോടല് മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ ഗ്രഹം ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണ് ചെയ്യുക. അപ്പൊ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കും. രാഹുദശയില് ഒരു പ്രാവശ്യം പോകുന്ന കാര്യങ്ങൾക്ക് 10 പ്രാവശ്യം പോയാൽ മാത്രമേ രാഹുദശയിൽ നടക്കുള്ളൂ. പല തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ പിന്നെയും അതിനെ മുന്നിലേക്ക് തന്നെ പോകണം. ശനിയുടെ അതേ ഫലമാണ്. ഒരു പ്രാവശ്യം തടയുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം തടയുമ്പോഴും നമ്മൾ വീണ്ടും പോയാൽ തന്നെയാണ് രാഹുദശയില് കാര്യങ്ങൾ നന്നായിട്ട് നടക്കുക. അതേപോലെ തന്നെ പല നല്ല ഗുണങ്ങളും നമുക്ക് ഉണ്ടാക്കി തരും. അതിന് വളരെ ശ്രദ്ധിക്കണം. പിന്നെ അലസത ഉണ്ടാക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കും. അതാണ് കൂടുതൽ ആസ്വദിക്കാൻ തോന്നുക. അപ്പൊ ഈ പാമ്പ് എന്നല്ലേ പറയുന്നത്, പാമ്പ് നിറയെ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ആ രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇഴച്ചല്, നമ്മൾ എന്ത് കാര്യത്തിനും കുറെ ഇഴഞ്ഞാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുക. പക്ഷെ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കി അതിനെ മുന്നോട്ടുള്ള ഒരു വഴിയെ കണ്ടെത്തി, ആചാര്യന്മാര് പറയുന്ന പോലെ ഒരു രാഹുദശാകാലത്താണ് നിങ്ങളുടെ ജാതകവുമായി പോകുമ്പോൾ അവര് പറഞ്ഞു തരും.